ശക്തമായ തിരിച്ചുവരവാണ്. മറ്റേ കമലത്തിലെ ലാലേട്ടൻ അറിയില്ല. ഇത് പ്രത്യേകിച്ച് കള്ളു കുടിക്കുന്ന സീനിലൊക്കെ പഴയ ലാലേട്ടനെ ശരിക്കും ഓർമ്മ വരും. പഴയ ആ ഒരു നിവിനെ തിരിച്ചു കൊണ്ടുവന്ന പടമാണ് ഇത്. അതായത് അതിന് വിനീത് ശ്രീനിവാസൻ തന്നെ വേണ്ടി. ആ ധ്യാനിന്റെ ഉള്ളിലൊരു നടൻ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അത് ഇതേപോലെ കിടിലൻ ഡയറക്ടേഴ്സിനെ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ധ്യാനൊരു കരിയർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലൂടെ. കാരണം പുള്ളിക്ക് കിടിലൻ ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത്. പുള്ളി ക്യാരക്ടർ പിടിച്ച് പോയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാലും കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കള്ളു കുടിക്കുന്ന സീനിലൊക്കെ പഴയ ലാലേട്ടനെ ശരിക്കും ഓർമ്മ വരും. അത്രക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയില്ലേ തകർത്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. അതായത് പുള്ളിനെ അറിഞ്ഞാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത് വിനീത് ശ്രീനിവാസൻ. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ നിവിൻ പോളി എന്ന് അറിയാലോ, തകർത്തിട്ടേ പോകുള്ളൂ. അത്രയ്ക്ക് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിവിൻ പോളിയുടെ സീൻസ് വന്ന സമയത്തൊക്കെ ഇല്ലേ തിയേറ്ററിൽ കുലുങ്ങിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായ ഒരു റെസ്പോൺസ് ഇല്ല, അന്യായമായിരുന്നു. അതായത് നിവിൻ പോളി ആഗ്രഹിച്ചിരുന്നേ ഒരു പടം വിനീത് ശ്രീനിവാസൻ എടുക്കണോന്ന് ഞാൻ പറയുള്ളൂ. ഒരു കൊളാബറേഷൻ നിവിൻ പോളി തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ തോന്നിപ്പോയോ നിവിൻ പോളിയുടെ ഒരു എന്റർടൈൻമെന്റ് സിനിമ കണ്ടിട്ട് കുറച്ചായല്ല. അപ്പൊ ആ ഒരു പഴയ ആ ഒരു നിവിനെ തിരിച്ചു കൊണ്ടുവന്ന പടമാണ് ഇത്. അതായത് അതിന് വിനീത് ശ്രീനിവാസൻ തന്നെ വേണ്ടി വന്നു. നിവിൻ പോളിയുടെ ട്രാക്ക് കിട്ടില്ലാനായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ വന്ന കോമഡി ടൈമിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ആ സീക്വൻസിലെല്ലാം. കിടിലം പടവും നമുക്ക് ആ രീതിയാണ് കാണാൻ വരുന്നത്. ഒരു പ്രത്യേക ഫീൽ ഗുഡ്, എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും കാണാം. എല്ലാത്തരം ഓഡിയൻസിനും തൃപ്തിപ്പെടുന്ന ഒരു പടമായിരുന്നു. അല്ല നിവിൻ പോളി അത് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടു പറയണം. നന്നായിട്ടായിരുന്നു. ഓക്കെ നന്നായിട്ടായിരുന്നു. നല്ല അതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട് തന്നെ. പ്രത്യേകിച്ച് പ്രണവിനെ കണ്ടപ്പോൾ നമുക്ക് എവിടെയൊക്കെ മോഹൻലാലിനെ കുറച്ച് ഫീൽ ചെയ്തു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയായിരുന്നു. രണ്ടുപേരും കോമ്പോ അടിപൊളി. ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. ഞങ്ങൾ ആദ്യം പടർന്നു പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ലായിരുന്നു. ഇവരുടെ കോമ്പോ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നിവിനായാലും അതായിരുന്നു. നിവിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലതായിരുന്നു പടം. അത്ര ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ നല്ലതായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് ബി എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അടിപൊളിയായിരുന്നു പടം. ഓക്കെ മ്യൂസിക് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. പ്രണവും നിവിനും ആരാടി എന്ന് പറയാം. നിവിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. മറ്റേ കമലത്തിലെ ലാലേട്ടന്റെ പെർഫോമൻസ് പോലെ നിവിന്റെ പ്രണവിന്റെ ഒരു കോമ്പിനേഷൻ. പ്രണവിനെ മോഹൻലാലിനെ നിവിനെയും ധ്യാനം കണ്ടു കഴിഞ്ഞാൽ മോഹൻലാൽ ശ്രീനിവാസൻ പൊള്ളിരിക്കും. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, സെക്കൻഡ് ഹാഫ് മാസാണ്. മ്യൂസിക് ഇട്ട് കോമഡി ഇട്ട് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ഇട്ടായിരിക്കും. ഫസ്റ്റ് ഹാഫ് ക്ലാസ്, സെക്കൻഡ് ഹാഫ് മാസാണ്. അറിയില്ല. ഇതെന്താ ലീറ്റാവും ഹൃദയത്തെ കണ്ടിട്ടായി. ഫസ്റ്റ് ഹാഫ് നമുക്ക് ക്ലാസ്, സെക്കൻഡ് ഹാഫ് നല്ല മാസാണ്. ഇത് മ്യൂസിക്കൽ, ഹ്യൂമറസ്, കോമഡി രണ്ടും ഉണ്ട്. എല്ലാവരും കാണാൻ പറ്റുന്ന മൂവിയാണ്. പ്രായവർക്കും യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം. കോമഡി മ്യൂസിക്കും രണ്ടും ഉണ്ട്. കമലത്തിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് പോലെയാണ് പ്രണവിൻ്റെ പെർഫോമൻസ്. പ്രണവും ധ്യാനും വരുമ്പോൾ അവസാനം കാണിക്കുന്നത് അങ്ങനെയാണ്. മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ പോലെയാണ്. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. നിവിൻ പോളിയും പ്രണവ് മോഹൻലാൽ ആറാടി എന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ പ്രണവാണ്, സെക്കൻഡ് ഹാഫിൽ നിവിനാണ്. പിന്നെ ധ്യാൻ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. നല്ല എൻ്റർടൈനിങ് ആണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ക്ലാസ് ആയി പറ്റിയ സംശയം വന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് നന്നായിട്ട് പോയി. സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. 5 4.6 കൊടുക്കാം. ബ്ലോക്ക്